ഇനി നമുക്കിവിടെ നമ്മുടെ 2024 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് 2024 നമ്മുടെ തീം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കണം. സുന്ദർലാൽ ബഹുഗുണ അല്ലെ, സുന്ദർലാൽ ബഹുഗുണ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് എന്ത് നടന്നിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ചമോലി എന്ന് പറയുന്ന ജില്ലയിലെ ചിപ്കോ മൂവ്മെന്റ് നടന്നിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുമായിട്ട് ബന്ധപ്പെട്ട് ഹോട്ട് ടോപ്പിക്, സയൻസിൽ നിന്നുള്ള ഹോട്ട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവിടെ നമുക്ക് പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ടോപ്പിക്സും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ ആ ക്ലാസ്സിൽ കണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമുകളിൽ നമുക്ക് വന്നിട്ടുള്ള സയൻസ്, പ്യുവർ സയൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ ഭാഗങ്ങളിൽ നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അന്ന് പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഈ ഭാഗങ്ങളിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, നമുക്ക് വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചോദിക്കുന്നതെല്ലാം തന്നെ മെജോറിറ്റി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിക്കുന്നത്. സോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളെന്നും നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, പ്ലസ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും അതിൽ മെജോറിറ്റി വരുന്നത്. അപ്പൊ അതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ എന്നുള്ളത് നോക്കുക. ഓക്കെ, ശരി. സോ അപ്പോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് വന്നിരുന്നത്, ഇത് നമ്മുടെ കോമൺ ആയിട്ടുള്ള എക്സാമുകളിലും തന്നെ നമുക്ക് പരിസ്ഥിതി ശാസ്ത്രം പഠിക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് മേക്സ് അപ്പ് ദി മേജർ ഷെയർ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ് ആയിരുന്നു നമുക്ക് തന്നിരുന്നത്. അപ്പൊ ഏറ്റവും മെയിൻ ആയിട്ടുള്ള മേജർ ഷെയർ വരുന്ന നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത് നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും നമുക്ക് വരുന്ന, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ കാർബൺ മോണോക്സൈഡ് ആണോ? ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാന്നുള്ളത് ഓരോ എക്സാമുകളിൽ ചോദിക്കുന്നതാണ്. ഏതാണ്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. അതേസമയം നമ്മൾ ഓർക്കണം, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ? അതായത് ഇനിയിപ്പോ നമുക്കൊരു എക്സാമിന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്ട് ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് ഹോട്ട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്, ഇത് കോമൺ ആയിട്ട് വരാറുണ്ട്, അതായത് തന്നിരിക്കുന്നതിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏത് അല്ലെങ്കിൽ അല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ ചിലപ്പോൾ നമുക്ക് അങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ? അല്ല അല്ലെ. ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മുടെ ആ ഒരു ചൂട് അല്ലെങ്കിൽ ആ ഭൗമ വികിരണങ്ങളെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ട്രാപ്പ് ചെയ്ത് നിർത്തി നമ്മുടെ അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നവരാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഓർക്കണം, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അങ്ങനെ തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ എപ്പോഴും ഈ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഈ പറഞ്ഞതുപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏത്, അല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചും മറിച്ചും ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഓപ്ഷൻസിൽ കാണാറുള്ള ഒരാളാണ് നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്നത്. നൈട്രജൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ? N2 എന്ന് പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ? അല്ല അല്ലെ. ഓർക്കണം, നൈട്രജൻ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. ഓക്കെ, നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലേ? അത് ഓർക്കണം, നമ്മുടെ നൈട്രജന്റെ ഓക്സൈഡ് എന്ന് പറയുന്നത്, നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. നൈട്രജൻ N2 എന്ന് പറയുന്നത് നമുക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണപ്പെടുന്ന നമ്മുടെ ഗ്യാസ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഏതാണ്, നൈട്രജൻ ആണ് അല്ലെ. നമ്മളോട് എക്സാമിന് ചോദിക്കാറുണ്ട്, അറ്റ്മോസ്ഫിയറിൽ നമുക്ക് നൈട്രജൻ എത്ര പെർസെന്റേജ് വരുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ചോദിക്കാവുന്നതാണ്, നമ്മളോട് എത്ര പെർസെന്റേജ് ആണ് നമുക്ക് വരുന്നത്? 78% ആണ് അല്ലെ. ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയറിൽ വരുന്നത് നൈട്രജൻ ആണ്. അത് എത്ര ശതമാനമാണെന്ന് ഓർക്കണം, 78%. ഇവിടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ ആ നൈട്രജൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്നുള്ളത് ഓർക്കണം. നൈട്രസ് ഓക്സൈഡ്, ഏതൊക്കെയാ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് അപ്പൊ നമ്മൾ പഠിച്ചു വെക്കണം അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്, നൈട്രസ് ഓക്സൈഡ് വരുന്നുണ്ട്, പിന്നെ എന്തൊക്കെ വരുന്നുണ്ട് നമുക്ക്,
അതായത് ഇപ്പൊ നമ്മുടെ ഓസോണിനെ കുറിച്ച് പറയാം, വാട്ടർ വേപ്പർ ഒക്കെ ഗ്രീൻ ഹൗസ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ ഘടകങ്ങൾ തന്നെയാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഉൾപ്പെടുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പ്രത്യേകം ഓർക്കണം. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതേ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് അടുത്തൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. 3 സ്റ്റേറ്റ്മെന്റ്. പക്ഷെ കാര്യം സിമ്പിൾ ആണ്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, തേർഡ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് മീഥെയ്ൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണെന്നാണ് ഈ 3 സ്റ്റേറ്റ്മെന്റിൽ നമ്മളോട് പറയുന്നത്. ഹരിതഗ്രഹവാതകങ്ങളാണ്. അപ്പോ ഇതേപോലെ പല രീതിയിൽ നമുക്ക് ചോദിക്കാം. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാര്യം തന്നെയാണ് അല്ലെ. നൈട്രസ് ഓക്സൈഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതെന്താ? ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണല്ലോ, അതാണ് മെയിൻ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. മീഥെയ്ൻ എന്ന് പറയുന്നത് നമുക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. മീഥെയ്ൻ അല്ലെങ്കിൽ CH4 എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നെയാണ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അപ്പൊ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻ ആയിട്ടുള്ള ഈ ഘടകങ്ങൾ അല്ലെങ്കിൽ ഗ്യാസസ് നമ്മൾ പഠിച്ചു വെക്കുക. ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥെയ്ൻ, അതേപോലെ തന്നെ പിന്നെന്തൊക്കെ വരുന്നുണ്ടായിരുന്നു? CFCയുടെ കേസ് നമ്മൾ കണ്ടതാണ്, ഓസോണിന്റെ കേസ്, വാട്ടർ വേപ്പർ ഒക്കെ നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, ശരി. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ശരിയല്ലേ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കണം, ശരിയാണോ തെറ്റാണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് ശരിയായിട്ടുള്ളത് ഏതെന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലെ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഗ്ലോബൽ വാർമിംഗുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതില് ഗ്ലോബൽ വാർമിംഗ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? ക്വസ്റ്റ്യൻ എന്താ? ഗ്ലോബൽ വാർമിംഗ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ. ആഗോളതാപനം നമുക്കറിയാം, ഈ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അന്തരീക്ഷ താപനില കൂടി വരുന്ന ഒരു കണ്ടീഷനാണ്. സോ അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ആഗോളതാപനം നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് 4 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് എന്താണ്? കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കേ. എന്താ? ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നുണ്ട് ഡീഫോറസ്റ്റേഷൻ ഇൻക്രീസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. റെഡ്യൂസിങ് ദ എഫിഷ്യൻസി ഓഫ് എനർജി യൂസേജ്. വനനശീകരണം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. ഇന്ധനക്ഷമത കുറയ്ക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയാണ് ഡീഫോറസ്റ്റേഷൻ കുറയ്ക്കുക, വനനശീകരണം കുറയ്ക്കുക. ഇൻക്രീസിങ് ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽസിന്റെ ഉപയോഗം കൂട്ടുക. തേർഡ് ഓപ്ഷൻ പറഞ്ഞിരിക്കുകയാണ് ഇൻക്രീസിങ് ഡീഫോറസ്റ്റേഷൻ, സ്ലോയിങ് ഡൗൺ ദി ഗ്രോത്ത് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. ഫോർത്ത് ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയുന്നു റെഡ്യൂസിങ് ഡീഫോറസ്റ്റേഷൻ, കട്ടിംഗ് ഡൗൺ ദി യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്. ഇത്രയും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വലിയ കാര്യങ്ങളിലേക്കൊന്നും കടന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും അല്ലെ. ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്ന കണ്ടോ? ഇൻക്രീസിങ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞ 1-2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. വനനശീകരണം കൂട്ടിക്കൊണ്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അത് തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗ്ലോബൽ വാർമിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഡീഫോറസ്റ്റേഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട്? ഇല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അല്ലെ. വനവൽക്കരണത്തിലൂടെയാണ് നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ വനനശീകരണത്തിലൂടെ എന്താണ്? ഗ്ലോബൽ വാർമിംഗ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് കൂടുതലായിരിക്കും. അതിനനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അപ്പൊ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഗ്ലോബൽ വാർമിംഗ് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും എന്നുള്ളത് അറിയാം. സോ ഡീഫോറസ്റ്റേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തായാലും ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ അപ്പൊ അത് വന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്ക് തെറ്റായിരിക്കില്ല. എയും സിയും എന്തായാലും തെറ്റായിരിക്കും. ബിയും ഡിയും ആണ് പറഞ്ഞിരിക്കുന്നത്. ബിയും ഡിയിൽ നോക്കിക്കേ, റെഡ്യൂസിങ് ഡീഫോറസ്റ്റേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വനനശീകരണം കുറയ്ക്കുക. ഓക്കെ, അത് ശരി. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഇൻക്രീസിങ് ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽ എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി ആയിട്ട് കട്ടിംഗ് ഡൗൺ ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്താലായിരിക്കും നമുക്ക് ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? കട്ടിംഗ് ഡൗൺ, അല്ലെങ്കിൽ നമ്മുടെ ഫോസിൽ ഫ്യൂൽസിന്റെ ഉപയോഗം കുറച്ചുകൊണ്ടാണ് അല്ലെ. ഫോസിൽ ഫ്യൂൽസിന്റെ ഉപയോഗം കൂടുമ്പോഴും എന്താ? ഇതേപോലെയുള്ള ഗ്യാസസിന്റെ ഒക്കെ എമിഷൻ കൂടുന്നു. അങ്ങനെ അത് ഗ്ലോബൽ വാർമിംഗിലേക്കാണ് കാരണമാകുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാലേ മനസ്സിലാവുന്ന കാര്യമാണ്. ഫോസിൽ ഫ്യൂൽസിന്റെ ഉപയോഗം കുറച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് പല എക്സാമുകളിലും ഇതേപോലെ ഈ ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. സോ അപ്പൊ ഇനിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. സോ അപ്പൊ ഓർക്കണം, എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും? ഒന്ന് ഈ പറഞ്ഞതുപോലെ ഡീഫോറസ്റ്റേഷൻ കുറയ്ക്കുക, വനനശീകരണം കുറയ്ക്കുക,
അതേപോലെ തന്നെ ഫോസിൽ ഫ്യൂൽസിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരിക. പിന്നെ ഇവിടെ പറഞ്ഞിരുന്ന എന്തായിരുന്നു, എനർജി എഫിഷ്യൻസി കുറയ്ക്കുക എന്നാണ്. ഇന്ധനക്ഷമത കൂട്ടിക്കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. എനർജി എഫിഷ്യൻസി കൂട്ടുക, അതേപോലെ തന്നെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇതൊക്കെ നമുക്ക് എന്തിനു വേണ്ടിയിട്ട് സഹായിക്കും, ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗങ്ങളാണ്. അപ്പൊ ഗ്ലോബൽ വാർമിംഗും ഗ്രീൻ ഹൗസ് എഫക്റ്റും ഹോട്ട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന എൻവയോൺമെന്റൽ സയൻസ് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ നിന്നാണ് തിരിച്ചും മറിച്ചൊക്കെ. മെയിൻ ആയിട്ട് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഇതൊക്കെ ഇനിയും എക്സ്പെക്ട് ചെയ്യാം. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണെന്നുള്ള അറിയണം, അതേപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു നമ്മുടെ ഗ്ലോബൽ വാർമിംഗിന്റെ എമിഷൻ കൺട്രോൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോട്ടോകോൾ ഏത്? നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് ഓരോ എക്സാമിന്. ഒരു പ്രോട്ടോകോൾ തന്നിട്ട് അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ കേസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചതാണ്. ഏതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ കൺട്രോൾ ചെയ്യുന്ന? നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോൾ ആണ് അല്ലെ. ക്യോട്ടോ പ്രോട്ടോകോൾ ഓർക്കണം, ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ കൺട്രോൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ്. അതേസമയം നമ്മൾ മോൺട്രിയൽ പ്രോട്ടോകോൾ പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? മോൺട്രിയൽ പ്രോട്ടോകോൾ അത് ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? ഓസോൺ പാളിയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഈ പ്രോട്ടോകോൾസ് ഒക്കെ നമുക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലും ഇനി ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതൊക്കെ മെയിൻ ആയിട്ട് ഈ ഭാഗങ്ങളിൽ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ക്യോട്ടോ പ്രോട്ടോകോൾ ഒക്കെ ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇനി നമ്മളോട് ചോദിക്കാം, അതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വെസ്റ്റേൺ ഗട്ട്സ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഹൗ മെനി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആർ ട്രാവേഴ്സ്ഡ് ബൈ വെസ്റ്റേൺ ഗട്ട്സ്? വെസ്റ്റേൺ ഗട്ട്സ് എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? നമ്മൾ പഠിച്ചിരുന്നു ഇതേപോലെ വെസ്റ്റേൺ ഗട്ട്സിന്റെ പോർഷൻ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതും. അപ്പൊ ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ ഹോട്ട് ടോപ്പിക്സ് പഠിച്ചിരുന്നപ്പോൾ ഇതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടിരുന്നതാണ്. അപ്പൊ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് ഇപ്പൊ ചോദിച്ചു. ഇനി അടുത്തത് നമ്മളോട് ചിലപ്പോ ഏത് സംസ്ഥാനത്തിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ തന്നിരിക്കുന്നത് ഏതിലൂടെ കടന്നു പോകുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ഇനി അടുത്ത എക്സാമിന് ചോദിക്കാം. അപ്പൊ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും ആൻസർ? 4, 5, 6, 7 ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? എത്ര സംസ്ഥാനമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ. 6 സംസ്ഥാനങ്ങളിലൂടെ അല്ലെ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് കടന്നു പോകുന്ന. ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എവിടെ നിന്നാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന? ഗുജറാത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ. സോ ഗുജറാത്ത് കഴിഞ്ഞ് പിന്നെ താഴേക്ക് വന്നാൽ എവിടെ വരെ ഉണ്ട്? നമുക്ക് തമിഴ്നാട് വരെയുണ്ട്. സോ ഗുജറാത്ത് താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്? മഹാരാഷ്ട്ര വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഗോവ വരുന്നുണ്ട്, അതിനുശേഷം താഴെ നമുക്ക് കർണാടക വരുന്നുണ്ട്, പിന്നെ നമ്മുടെ കേരളം വരുന്നുണ്ട്, അതിനുശേഷം തമിഴ്നാട്. ഇത്രയും ഈ പറഞ്ഞിരിക്കുന്ന 6 സംസ്ഥാനങ്ങളിലൂടെയാണ് നമുക്ക് എന്ത് കടന്നു പോകുന്നത്? വെസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. അപ്പൊ 6 സംസ്ഥാനങ്ങളാണ്. ഏതൊക്കെയാണ് എന്നുള്ളതും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഈ 6 സംസ്ഥാനങ്ങൾ ആ ഓർഡറിൽ നമുക്ക് ഓർത്തിരിക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇതും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. സിമ്പിൾ ക്വസ്റ്റ്യൻ. നോർത്തേൺ പാർട്ട് ഏത് പേരിൽ അറിയപ്പെടുന്നു? വെസ്റ്റേൺ ഗട്ട്സിന്റെ നോർത്തേൺ പാർട്ട് ഏത് പേരിൽ അറിയപ്പെടുന്നു? 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഏത് പേരിലായിരിക്കും? ഇപ്പൊ മഹാരാഷ്ട്ര ആ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് എങ്ങനെ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? 4 ഓപ്ഷൻസിൽ ആൻസർ ഏതായിരിക്കും? സഹ്യാദ്രിയാണ് അല്ലെ. നമ്മൾ പഠിച്ചിരുന്നു മഹാരാഷ്ട്ര അങ്ങനെയുള്ള നോർത്തേൺ പാർട്ടിലേക്ക് വെസ്റ്റേൺ ഗട്ട്സ് എങ്ങനെ അറിയപ്പെടുന്നു? സഹ്യാദ്രി എന്നാണ് അറിയപ്പെടുക. സഹ്യപർവ്വതം എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ആ പേര് വരുന്നത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ് അറിയപ്പെടുന്നത് അല്ലെ. ഇനി നീലഗിരി മല എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലാസ്റ്റ് താഴെ തമിഴ്നാട്ടില് എങ്ങനെയത് അറിയപ്പെടുന്നത്? നമുക്ക് നീലഗിരി മലകൾ എന്നാണ് അറിയപ്പെടുന്നത്. സോ അപ്പൊ ഈ പേര് നമ്മൾ പഠിച്ചു വെക്കണം. സോ ഇതൊക്കെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന. കണ്ട ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് വെസ്റ്റേൺ ഗട്ട്സ് ആയിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ നമുക്ക് നടന്ന പ്രിലിമിനറി എക്സാമിൽ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ 2 ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അത് മാത്രമല്ല, വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് പിന്നെ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിന്റെ എന്താണ് നമ്മുടെ പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നടത്തി നമ്മൾ കമ്മിറ്റികളൊക്കെ പഠിച്ചിരുന്നു അല്ലെ. നമ്മുടെ ഗാഡ്ഗിൽ കമ്മീഷന്, പിന്നെ നമ്മുടെ കസ്തൂരി രംഗൻ, ഈ കാര്യങ്ങളൊക്കെ
അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ പഠിച്ചു വെക്കണം. അതായത് നമ്മൾ ഫസ്റ്റ് വന്നിരുന്ന നമ്മുടെ കമ്മിറ്റി ആയിരുന്നു ഏത്? ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ചെയർമാൻ ആരാണ്? നമുക്കറിയാം മാധവ് ഗാഡ്ഗിൽ. അപ്പൊ നമ്മളോട് ചോദിക്കുന്ന മാധവ് ഗാഡ്ഗിൽ എന്താണ് സോറി, അതായത് നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് പറഞ്ഞിട്ടായിരിക്കില്ല അവിടെ ചോദിക്കുക. ഇതിനൊക്കെ ഒരു ഒഫീഷ്യൽ നെയിം ഉണ്ടായിരുന്നു അല്ലെ? സോ ഈ കമ്മിറ്റിക്ക് എങ്ങനെയായിരുന്നു? നമ്മൾ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ്, അതേപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കമ്മിറ്റികളുടെ ഒക്കെ ഒഫീഷ്യൽ നെയിം ആണ്. സോ നമുക്കറിയാം നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചു വെക്കണം. ഏതാണ്? വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ ആണ് അല്ലെ? വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ എന്ന് പറയുന്നത് എന്തിന്റെ ഫോർമൽ നെയിം ആണ്? നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഗാഡ്ഗിൽ കമ്മീഷന്റെ ഫോർമൽ നെയിം ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മളോട് ഇപ്പൊ ചെയർമാൻ ആണ് ഇനി ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നായിരിക്കില്ല, വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പേർട്ട് പാനലിന്റെ ചെയർമാൻ ആര് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ചോദിക്കുന്നത്. അതേപോലെ ഇത് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു? 2010 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആ ഡേറ്റ്സും ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഡേറ്റ്സ് ഇതുവരെ അങ്ങനെ നമ്മളോട് ഈ പ്രിലിമിനറി എക്സാമുകളെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാൽ ഡേറ്റ്സ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല സയൻസിൽ നിന്ന്. എന്നാലും ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, മെയിൻ ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഫോർമൽ നെയിം ഒക്കെ ഈ ഭാഗം പഠിച്ചു പോകുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ അതേപോലെ തന്നെ അതിനുശേഷം വന്നതാണ് നമുക്കറിയാം ഏതാ? നമ്മുടെ കസ്തൂരി രംഗൻ കമ്മീഷൻ. സോ കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഡോക്ടർ കെ കസ്തൂരി രംഗൻ ആണ്. ആ കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ ഒഫീഷ്യൽ നെയിം അല്ലെങ്കിൽ ഫോർമൽ നെയിം എന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നു? ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് ആണ് അല്ലെ? ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ്. ഓക്കെ, ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ്. അപ്പൊ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡോക്ടർ കെ കസ്തൂരി രംഗൻ. പഠിച്ചു വെക്കണം. സോ വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പേർട്ട് പാനലിന്റെ ചെയർമാൻ ആണ് എന്താണ്? നമ്മുടെ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. അതേസമയം ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആണ് ഡോക്ടർ കെ കസ്തൂരി രംഗൻ. ഈ പറഞ്ഞിരിക്കുന്ന കസ്തൂരി രംഗൻ കമ്മിറ്റി അല്ലെങ്കിൽ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് അത് നമുക്ക് നിലവിൽ വന്നിട്ടുള്ളത് എന്നായിരുന്നു? ആ വർഷവും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റി നമ്മൾ പറഞ്ഞു 2010 നമുക്ക് നിലവിൽ വരുന്നത്. അവര് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്നായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത വർഷം 2011 2011 ഓഗസ്റ്റ് 31 റിപ്പോർട്ട് സമർപ്പിച്ചു. ഏത്? നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റി. അതിനുശേഷം 2012 നിലവിൽ വന്നതാണ് ഇത് നമ്മുടെ കസ്തൂരി രംഗൻ കമ്മിറ്റി അല്ലെങ്കിൽ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ്. ഇവര് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ്? തൊട്ടടുത്ത വർഷം 2013. അപ്പൊ 10 ഗാഡ്ഗിൽ കമ്മിറ്റി നിലവിൽ വന്നു, 11 റിപ്പോർട്ട് സമർപ്പിച്ചു. കസ്തൂരി രംഗൻ കമ്മിറ്റി നിലവിൽ വന്നത് 2012 റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2013 ഏപ്രിൽ 15. ഓക്കെ, സോ അപ്പൊ ഈ പേര് ഓർത്ത് വെക്കുക. അതേപോലെ ഇപ്പൊ ചെയർമാൻ ആരാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അതേപോലെ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ച ആ ഒരു വർഷമൊക്കെ നമ്മളൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ശരി. സോ അപ്പൊ വെസ്റ്റേൺ ഗട്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനിയും എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഇതേപോലെ തന്നെയൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, ശരി. ഇനി അടുത്തതായിട്ട് നമ്മുടെ എൻവയോൺമെന്റൽ സയൻസിന്റെ ഭാഗത്ത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ്. അതായത് നമുക്ക് ഓരോ നമ്മുടെ ഇതേപോലെയുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങളുടെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പൊ ഇത് തന്നെ നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ പ്രിലിമിനറി എക്സാമിന് ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന IUCNന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ? ഇപ്പൊ ഇവിടെ നോക്കിയാൽ 4 ഓപ്ഷൻസ് ആയിരുന്നു തന്നിരുന്നത്. ന്യൂയോർക്ക് ഉണ്ട്, സ്വിറ്റ്സർലൻഡ്, നെയ്റോബി, പാരീസ്. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. IUCNന്റെ ആസ്ഥാനം ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. സോ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മൾ പഠിക്കുന്നുണ്ട്. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് അല്ലെ? സ്വിറ്റ്സർലൻഡ് ആണ്. ഹോട്ട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നതാണ് സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിലാണ് എന്ത് നമ്മുടെ IUCNന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരുന്നു. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിലാണ്, ഓർത്ത് വെക്കുക. ഇനി അതേസമയം ഇനിയിപ്പോ നമ്മളോട് ചോദിക്കുകയാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ആസ്ഥാനം എവിടെ? ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? അതിന്റെയും ആൻസർ എന്ത് തന്നെയാണ്?
സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് തന്നെയാണ് അല്ലെ. IUCN-ഉം WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കണം. രണ്ടിന്റെയും ആസ്ഥാനം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് തന്നെയാണ്. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ് എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കുക. അതേപോലെ തന്നെ സ്വിറ്റ്സർലൻഡിലെ ജനീവയില് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നതാണ് ഇത് നമ്മുടെ ഗ്രീൻ ക്രോസ് ഇന്റർനാഷണലിന്റെ ആസ്ഥാനം. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർത്തു വെക്കണം, സ്വിറ്റ്സർലൻഡില് ഇതാണ് ജനീവയാണ് ഓർത്തു വെക്കുക. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ഇത് ഗ്രീൻ ക്രോസ് ഇന്റർനാഷണലിന്റെ ആസ്ഥാനം വരുന്നത്. ഇനി ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ ഓർക്കണം ആംസ്റ്റർഡാം ആണ്, നെതർലൻഡ്സിലെ ആംസ്റ്റർഡാം ആണ് ഇത് ഗ്രീൻ പീസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് നമുക്ക് വരുന്നത്. ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ ജനീവയാണ്, സ്വിറ്റ്സർലൻഡിലെ ജനീവ. ഗ്രീൻ പീസ് എന്ന് പറയുമ്പോഴത്തേക്കും നെതർലൻഡ്സ് ആണ്, നെതർലൻഡ്സിലെ ആംസ്റ്റർഡാം ആണ് ഓർത്തു വെക്കുക. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്ഷനിലും വന്നിട്ടുണ്ടായിരുന്നു നെയ്റോബി. നെയ്റോബി കെനിയയിലെ നെയ്റോബിയിലെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നതാണ് ഇത് നമ്മുടെ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഓർത്തു വെക്കുക. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് മാത്രമല്ല, ഇനി നമുക്ക് നമ്മുടെ UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാലും എവിടെ തന്നെയാണ്, നെയ്റോബി ആണ് ഓർത്തു വെക്കുക. കെനിയയിലെ നെയ്റോബി ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, UNEP ഒക്കെ നമുക്ക് IUCN പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. സോ ഓർത്ത് വെക്കുക. നമ്മൾ പറഞ്ഞു ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, IUCN ആയിരുന്നു. സോ IUCN-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നതും വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ ഒക്കെ എന്താണ്, സ്വിറ്റ്സർലൻഡ് ആണ് ഓർത്തു വെക്കുക. ഓക്കെ, UNEP ആണ് എന്നുണ്ടെങ്കിൽ നെയ്റോബി, നെയ്റോബിയിൽ എന്തൊക്കെ വരുന്നുണ്ട്, UNEP. അതേപോലെ തന്നെ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഒക്കെ എന്താണ്, നെയ്റോബി ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ ഈ പറഞ്ഞിരിക്കുന്ന ഓർഗനൈസേഷൻസിന്റെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്ക് ഇനിയും ചോദിക്കാം. ഇതേപോലെ നമ്മളോട് അടുത്തത് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചോദിച്ചിരുന്നു. സോ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ആണ്. പൂനെ ഉണ്ട്, ഡൽഹി ഉണ്ട്, ഡെറാഡൂൺ ഉണ്ട്, ഷില്ലോങ് ഉണ്ട്. ഏതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് നമുക്ക് എവിടെയാണ്? എവിടെയാണ് നമുക്ക് 4 ഓപ്ഷൻസ് വരുന്നതിൽ ആൻസർ ഏതായിരിക്കും? ഡെറാഡൂൺ ആണ് അല്ലെ. ഡെറാഡൂണിൽ ഇതേപോലെ നമുക്ക് കുറെ എന്താണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ തന്നെയാണ്? ഡെറാഡൂൺ ആണ്. ഡെറാഡൂണിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ഹോട്ട് ടോപ്പിക്സ് പഠിച്ചപ്പോഴും പറഞ്ഞിരുന്നതാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു നമ്മുടെ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, പിന്നെ നമുക്ക് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഈ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ വന്നിരുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി. ഇതിന്റെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിച്ചാലും എവിടെ തന്നെയാണ് നമുക്ക് വരുന്നത്? ഡെറാഡൂൺ ആണ് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഇതൊക്കെ നമുക്ക് ഡെറാഡൂൺ ആണ്. അപ്പൊ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞു ഡെറാഡൂൺ ആണെങ്കിൽ, വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ, വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ എവിടെയാണ് നമുക്ക് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും? ഡെറാഡൂൺ ആണോ? അല്ല അല്ലെ. അതെവിടെയായിരിക്കും? ഡൽഹി ആണ് ഓർത്ത് വെക്കുക. ഓക്കെ, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ്. അതേസമയം വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ എന്ന് പറയുമ്പോഴത്തേക്കും അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി ആണ് ഓർത്ത് വെക്കുക. അപ്പൊ ഇതേപോലെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എവിടെയാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതൊക്കെ എവിടെയാണ് ആസ്ഥാനം വരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേൾഡ് വാട്ടർ ഡേ. ഇതേപോലെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. അപ്പൊ ഇത്രയും കുറെ ക്വസ്റ്റ്യൻസ് വന്നു അല്ലെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ തന്നെ ആ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നില്ലേ? ഈ ക്ലാസ്സിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് ഈ ഒരു ടോപ്പിക് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു, കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ എൻവയോൺമെന്റൽ സയൻസിന്റെ ഭാഗത്തു നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇതുവരെ വന്ന എക്സാമുകളിലെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അതില്
നമ്മൾ എല്ലാം നമുക്ക് വാരി വലിച്ച് പഠിക്കാൻ ഇനി ലാസ്റ്റ് ടൈമിൽ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പോലും ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിന്റെ പോർഷൻ, ഗ്രീൻ ഹൗസ് എഫക്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ വെസ്റ്റേൺ ഗറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. സോ ആ കാര്യങ്ങളൊക്കെ, അതേപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ ഇനിയും ചോദിക്കാം. സോ അതൊക്കെ നന്നായിട്ട് പഠിക്കാം. പിന്നെ വരുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയുള്ള ദിനങ്ങൾ. അതിപ്പോ ഏത് ടോപ്പിക്കിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാം. ഇതേപോലെ ഡേറ്റ് എടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. വേൾഡ് വാട്ടർ ഡേ എന്നാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ള 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നുണ്ട്. മാർച്ച് തന്നെ 2 വന്നിട്ടുണ്ട്. നമുക്കറിയാം വേൾഡ് വാട്ടർ ഡേ എന്ന് പറയുന്നത് എന്നാണ്? മാർച്ചിലാണ്, അല്ലെ? മാർച്ചിലാണ് നമ്മൾ ആചരിക്കുന്നത്. 24 ആണോ 22 ആണോ നമുക്ക് ആൻസർ വരുന്നത്? അവിടെയാണ് ഇരിക്കുന്ന കാര്യം. വേൾഡ് വാട്ടർ ഡേ അല്ലെങ്കിൽ ലോക ജലദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ്? മാർച്ച് 22 ആണ്, അല്ലെ? മാർച്ച് 22 ആണ് നമ്മള് ജലദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ളത് ഓർത്തു വെക്കണം. മാർച്ച് 24 ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താ ഇവിടെ മാർച്ച് 24 പ്രത്യേകത? ട്യൂബർക്യുലോസിസ് ഡേ അല്ലെങ്കിൽ ക്ഷയരോഗ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാർച്ച് 24 ആണ്, അല്ലെ? അപ്പൊ ഈ ഡേറ്റ്സ് കൃത്യം പഠിച്ചു വയ്ക്കുക. മാർച്ച് 22 ആണ് ജലദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, അതിന്റെ തീമും കൂടി നമ്മളൊന്ന് ഓർത്തു വെക്കണം. ഇതേപോലെ മെയിൻ ആയിട്ടുള്ള ഈ ഡേറ്റ്സ് പഠിക്കുമ്പോഴത്തേക്ക് അതിന്റെ തീമും കൂടി ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. വേൾഡ് വാട്ടർ ഡേയുടെ തീംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2023 നമ്മുടെ തീം എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേറ്റിംഗ് ദ ചേഞ്ച് ടു സോൾവ് ദി വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ക്രൈസിസ്. ഇതാണ് നമുക്ക് 2023 നമ്മുടെ വേൾഡ് വാട്ടർ ഡേയുടെ തീമായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, 2022 നമ്മുടെ വേൾഡ് വാട്ടർ ഡേയുടെ തീം എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ മേക്കിംഗ് ദി ഇൻവിസിബിൾ വിസിബിൾ. അതാണ് 2022 നമ്മുടെ തീം എന്ന് പറയുന്നത്. 2021 എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആണ്, വാല്യൂയിങ് വാട്ടർ. അതാണ് നമുക്ക് 2021 നമ്മുടെ തീം വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ആ തീമും കൂടെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. സോ അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വേൾഡ് വാട്ടർ ഡേ എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാർച്ച് 22 ആണ്, ഓർത്ത് വെക്കുക. ഇനി നമുക്കിവിടെ നമ്മുടെ 2024 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് 2024 നമ്മുടെ തീം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കണം. വാട്ടർ ഫോർ പ്രോസ്പെറിറ്റി ആൻഡ് പീസ്. അതാണ് നമുക്ക് 2024 നമ്മുടെ തീം എന്ന് പറയുന്നത്. ഓക്കെ, സോ 2024 വേൾഡ് വാട്ടർ ഡേ മാർച്ച് 22 നമ്മുടെ തീം എന്ന് പറയുന്നത് വാട്ടർ ഫോർ പ്രോസ്പെറിറ്റി ആൻഡ് പീസ് ആണ്. 2023 ആക്സിലറേറ്റിംഗ് ദ ചേഞ്ച് to solve the water and sanitation crisis. 2022 ഓർക്കുക, ഗ്രൗണ്ട് വാട്ടർ മേക്കിംഗ് ദി ഇൻവിസിബിൾ വിസിബിൾ. സോ ഇതൊക്കെ നമ്മളൊന്ന് ഓരോ ഡേറ്റ്സും മെയിൻ ആയിട്ടുള്ള ഡേറ്റ്സ് പഠിക്കുമ്പോൾ ആ തീമും കൂടി നമ്മളൊന്ന് ചേർത്ത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായാലും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, വേൾഡ് വാട്ടർ ഡേ എന്ന് പറയുന്നത് മാർച്ച് 22. മാർച്ച് 24 പ്രത്യേകത നമ്മൾ പറഞ്ഞു, ട്യൂബർക്യുലോസിസ് ഡേ ആണ്, നമുക്ക് ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്ന. അപ്പൊ ഇവിടെ നമുക്ക് ആ മാർച്ചിൽ വരുമ്പോഴത്തേക്കും 21, 22, 23, 24 എന്ന് പറഞ്ഞിട്ട് ഒരേപോലെ നമുക്ക് അടുപ്പിച്ച് ഇതേപോലെ ഓരോ ഡേറ്റ്സിനും ഓരോ പ്രത്യേകതകൾ വരുന്നുണ്ട്. അതെപ്പോഴും നമ്മൾ പഠിക്കുന്നതാണ്, ഓർത്ത് വെക്കണം. മാർച്ച് 22 നമ്മൾ പറഞ്ഞു ജലദിനമാണ്, അല്ലെ? മാർച്ച് 21 ഒരു പ്രത്യേകത ഉണ്ടല്ലോ. മാർച്ച് 21 പ്രത്യേകത എന്താണ്? നമുക്ക് വനദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതാണ്, അല്ലെ? മാർച്ച് 21 നമ്മൾ വനദിനമായിട്ട് ആചരിക്കുന്നു. മാർച്ച് 22 നമ്മൾ എങ്ങനെയാണ്? ജലദിനമായിട്ട് ആചരിക്കുന്നു. അതാണ് ഇപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇനി മാർച്ച് 23 പ്രത്യേകത ഉണ്ടല്ലോ. മാർച്ച് 23 പ്രത്യേകത എന്താ? കാലാവസ്ഥാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതാണ്. കാലാവസ്ഥാ ദിനം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മാർച്ച് 23. ഇനി മാർച്ച് 24 വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പൊ ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. 21, 22, 23, 24. 21 വനദിനം, 22 ജലദിനം, 23 കാലാവസ്ഥാ ദിനം, 24 ക്ഷയരോഗ ദിനം. ഓക്കെ, സോ ഡേറ്റ്സ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിപ്പോ ഏത് ഭാഗത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ ഇസ് റിലേറ്റഡ് ടു ഹഗ് ദ ട്രീസ്? 4 ഓപ്ഷൻസ് ആണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ, ജംഗിൾ ബച്ചാവോ ആന്തോളൻ, എപ്പിക്കോ മൂവ്മെന്റ്, ചിപ്കോ മൂവ്മെന്റ്. സോ ഹഗ് ദ ട്രീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്, അല്ലെ? നമ്മുടെ എൻവയോൺമെന്റൽ മൂവ്മെന്റ് അല്ലെങ്കിൽ വന സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ ആ ഒരു പ്രക്ഷോഭം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന അതിൽ ഏതാണ്? നമുക്ക്
ആൻസർ ചിപ്കോ മൂവ്മെന്റ് അല്ലേ? നമുക്കറിയാം ഇന്ന് നമ്മുടെ ഉത്തരാഖണ്ഡിന്റെ ഭാഗമായിട്ടുള്ള ചമോലി എന്ന് പറയുന്ന ജില്ലയില് 1973 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇത് ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഹഗ് ദ ട്രീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചിപ്കോ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചിപ്കോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആലിംഗനം ചെയ്യുക അല്ലെങ്കിൽ ഹഗ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? സോ അപ്പൊ ലിറ്ററലി എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന വനവൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെങ്ങനെയായിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്തുകൊണ്ടാണ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്തത്. സോ ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹഗ് ദ ട്രീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള മൂവ്മെന്റ്സ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് നേതൃത്വം നൽകിയത് ആരാണ് എന്നുള്ള രീതിയിൽ നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെ ചോദിക്കാറുണ്ട്. ചിപ്കോ മൂവ്മെന്റ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്ന് തന്നെയാണ്. സോ ചിപ്കോ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരാണ് എന്നുള്ള രീതിയിലാണ് ഇനി ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ആരായിരിക്കും? നമുക്കറിയാം സുന്ദർലാൽ ബഹുഗുണ അല്ലെ? സുന്ദർലാൽ ബഹുഗുണ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് എന്ത് നടന്നിരിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ചമോലി എന്ന് പറയുന്ന ജില്ലയിലെ ചിപ്കോ മൂവ്മെന്റ് നടന്നിരിക്കുന്നത്. അപ്പൊ ഓർക്കണം, ആലിംഗനം ചെയ്യുക എന്നുള്ളതാണ് എന്തിന്റെ അർത്ഥം? ചിപ്കോ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഹഗ് ദ ട്രീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? ചിപ്കോ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നേതൃത്വം നൽകിയത് ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ്. ഓക്കെ, ഇനി നമ്മൾ നർമ്മദ ബച്ചാവോ ആന്തോളൻ, ജംഗൽ ബച്ചാവോ അപ്പിക്കോ മൂവ്മെന്റ് ഒക്കെ 80s നടന്നിട്ടുള്ളതാണ് നമുക്കറിയാം. സോ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 85 കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ 1980കളിൽ നടന്നിട്ടുള്ളതാണ്. സോ അതെങ്ങനെയാണ്? നമുക്ക് ആ പേരിൽ വരുന്ന പോലെ നർമ്മദ നദിയില് ചെറുതും വലുതുമായിട്ടുള്ള ഡാമുകൾ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെതിരെ നടന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഏത്? നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. സോ ഇവിടെയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് നേതൃത്വം നൽകിയത് ആരാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. നേതൃത്വം നൽകിയിട്ടുള്ളത് ആരാണ്? നമുക്കറിയാം മേധ പട്കർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളതാണ് ഇത് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് 1985 കാലഘട്ടങ്ങളിൽ. ഇതേപോലെ തന്നെ 80കളിൽ നടന്നിട്ടുള്ള അടുത്ത മൂവ്മെന്റ് ആണ് ഇത് ജംഗിൾ ബച്ചാവോ ആന്തോളൻ. നമുക്കറിയാം എവിടെ നടന്നിട്ടുള്ളതാണ്? ബീഹാറിലാണ് അല്ലെ? ബീഹാറില് സിംഗ്ബം ജില്ലയിൽ നടന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇത് ജംഗിൾ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ പറഞ്ഞിരിക്കുന്ന ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? ഈ പറഞ്ഞ സിംഗ്ബം ജില്ലയിലെ, ബീഹാറിലെ സിംഗ്ബം ജില്ലയിലെ ആദിവാസി സമൂഹത്തിന്റെ അല്ലെങ്കിൽ ആദിവാസികളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മൂവ്മെന്റ് ആണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതായത് അവിടെ പ്രകൃതിയുള്ള സാൽ മരങ്ങളെ മുറിച്ചു മാറ്റിക്കൊണ്ട് നമുക്ക് എന്താണ് കൂടുതൽ ക്യാഷ് കിട്ടുന്ന തേക്ക് വെച്ച് പിടിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ആ ഒരു തീരുമാനത്തിന് എഗെയിൻസ്റ്റ് നടന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് അല്ലെ? സാൽമരങ്ങൾ മുറിച്ചു മാറ്റിയിട്ട് പകരം തേക്ക് വെച്ച് പിടിപ്പിക്കുന്നതിന് എതിരെ നടന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഏത്? ജംഗിൾ ബച്ചാവോ ആന്തോളൻ. ഇവിടെയും നേതൃത്വം നൽകിയതെന്ന് പറയുന്നത് എന്താണ്? സിംഗ്ബം ജില്ലയിലെ ആദിവാസികളുടെ നേതൃത്വത്തിലാണ് നടന്നിട്ടുള്ളത്. ഇനി അപ്പിക്കോ മൂവ്മെന്റിലേക്ക് വന്നാൽ ഇത് എവിടെ നടന്നിട്ടുള്ളതാണ്? കർണാടകയിലാണ് അല്ലെ? 1983 കാലഘട്ടത്തില് കർണാടകയിൽ നടന്നിട്ടുള്ള മൂവ്മെന്റ് ആണ് ഇത് എപ്പിക്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? അത് ഓർത്ത് വെക്കണം. പാണ്ഡുരംഗ ഹെഡ്ഗെ. ഓക്കെ, പാണ്ഡുരംഗ ഹെഡ്ഗെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളതാണ് ഇത് എപ്പിക്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടതെന്ന് പറയുന്നത് ഇതേപോലെ നമുക്ക് നേതൃത്വം നൽകിയത് ആരാണെന്ന് മസ്റ്റ് ആയിട്ട് ഓരോ ഈ പറഞ്ഞ മൂവ്മെന്റ്സും കാര്യങ്ങളും പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അങ്ങനെയും നമ്മളോട് ചോദിക്കാറുണ്ട്. സോ നർമ്മദ ബച്ചാവോ നമ്മൾ പറഞ്ഞു ആന്തോളൻ എന്ന് പറയുന്നത് മേധ പട്കർ. ജംഗിൾ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആദിവാസി സമൂഹമാണ്. എപ്പിക്കോ മൂവ്മെന്റ് ഓർത്ത് വെക്കുക പേര് പാണ്ഡുരംഗ ഹെഡ്ഗെയുടെ നേതൃത്വത്തിൽ 83 നടന്നിട്ടുള്ളതാണ്. കർണാടകയിലാണ് നമുക്കറിയാം. ചിപ്കോ മൂവ്മെന്റ്. ഹഗ് ദ ട്രീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യം തന്നെ എടുത്ത് നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, സുന്ദർലാൽ ബഹുഗുണ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളതാണ് 73 കാലഘട്ടത്തിൽ ഓർത്ത് വെക്കുക. ഓക്കെ, ശരി, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സിലബസിൽ ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ് എന്ന് പറയുന്ന പോർഷൻ പഠിക്കാനുണ്ട്. ആ ഭാഗത്താണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഹ്യൂമിഡിറ്റി കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്.
അപ്പൊ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്, അപ്പൊ അവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഹ്യൂമിഡിറ്റിയെ കുറിച്ച് പിന്നീട് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നോക്കാം. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. സോ ഇറ്റ്സ് എ മെഷർ ഓഫ് how much water vapor is present in the atmosphere as a percentage of the maximum amount possible. So എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നു. അടുത്തത് low relative humidity indicates relatively dry atmospheric conditions, while high relative humidity indicates relatively humid atmospheric conditions. അടുത്തത് the relative humidity is high, less water evaporates from the skin because the surrounding atmosphere is already relatively moist, leaving the skin surface hotter. സോ ഈ 3 പോയിന്റുകളാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തന്നിരിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഹ്യൂമിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമല്ലേ. ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് തന്നെ ആൻസർ ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അവിടെ എന്താണ്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്താന്നുള്ളത്. ഹ്യൂമിഡിറ്റി എന്താന്നുള്ളത് നമുക്കറിയാം അല്ലെ. അതായത് അന്തരീക്ഷത്തിൽ എത്രത്തോളം ഈർപ്പമുണ്ട്, ജലബാഷ്പത്തിന്റെ അളവാണ് നമ്മൾ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത എന്ന് പറയുന്നത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഈ പറഞ്ഞതുപോലെ ശരിയാണ്, ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ. അതായത് ഹൗ മച്ച് വാട്ടർ വേപ്പർ ഇസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ആസ് എ പെർസെന്റേജ് ഓഫ് മാക്സിമം എമൗണ്ട് പോസിബിൾ. അതായത് നമ്മുടെ അന്തരീക്ഷത്തിലെ മാക്സിമം എത്രത്തോളം ഈ പറഞ്ഞിരിക്കുന്ന മോയ്സ്ചർ കണ്ടന്റ് പോസിബിൾ ആണോ, അല്ലെങ്കിൽ ജലബാഷ്പത്തിന്റെ അളവ് നമുക്ക് വാട്ടർ വേപ്പർ പോസിബിൾ ആണോ, അതിന്റെ എത്രത്തോളമാണ് കമ്പയർ ചെയ്ത് നമ്മൾ പറയണം. മാക്സിമം എത്രത്തോളം പോസിബിൾ ആണോ അതിന്റെ എത്രത്തോളമാണ് നമുക്ക് നമ്മുടെ അന്തരീക്ഷത്തിൽ കറന്റ്ലി ഈ പറഞ്ഞിരിക്കുന്ന വാട്ടർ വേപ്പറിന്റെ പ്രസൻസ് ഉള്ളത്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. സോ ഹൗ മച്ച് വാട്ടർ വേപ്പർ ഇസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ആസ് എ പെർസെന്റേജ് ഓഫ് മാക്സിമം പോസിബിൾ ആയിട്ടുള്ളതിൽ നിന്ന് എത്രത്തോളം നമുക്ക് കറന്റ്ലി ഇപ്പൊ ഉണ്ട് എന്നുള്ളതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും. ഇനി അടുത്തത് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. ലോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻഡിക്കേറ്റ്സ് റിലേറ്റീവ്ലി ഡ്രൈ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. ഹൈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന ഹ്യൂമിഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. ശരിയല്ലേ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ അന്തരീക്ഷത്തിന് വാട്ടർ വേപ്പർ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് ഈർപ്പം കൂടുതലാണ് എന്നുള്ളതാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പൊ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ അത് ഹ്യൂമിഡ് കണ്ടീഷൻ ആയിരിക്കും അല്ലെ, ഈർപ്പം കൂടിയ ഒരു കണ്ടീഷൻ ആയിരിക്കും. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ വാട്ടർ വേപ്പറിന്റെ അളവ് അവിടെ കുറവാണ് എന്നുള്ളതാണ്. അതായത് അത് ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. സോ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്ന കാര്യമാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സോ തേർഡ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി is high, less water evaporates from the skin because the surrounding atmosphere is already relatively moist. അതായത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണോ? ശരിയാണ് അല്ലെ. അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഹൈ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പറിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈർപ്പം നമുക്ക് ജലബാഷ്പത്തിന്റെ അളവ് നമുക്ക് കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് ഒത്തിരി അധികം വാട്ടർ എവാപ്പറേറ്റ് ചെയ്ത് നമുക്ക് പോകുമോ? ഇല്ല അല്ലെ. സോ അങ്ങനെ ഹ്യൂമിഡിറ്റി കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വാട്ടർ വേപ്പർ മാത്രമാണ് നമ്മുടെ സർഫസിൽ നിന്ന് എവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുള്ളൂ. ബിക്കോസ് ഓൾറെഡി നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി കൂടി നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആണ്. സോ അപ്പൊ കൂടുതൽ വാട്ടർ വേപ്പർ നമുക്ക് അല്ലെങ്കിൽ വാട്ടർ നമുക്ക് എവാപ്പറേറ്റ് ചെയ്ത് പോകുന്നില്ല. ഇപ്പൊ നമ്മൾ തുണിയൊക്കെ അലക്കി ഉണങ്ങുന്ന കേസും ഇത് തന്നെയല്ലേ. അതായത് നമുക്ക് കുറച്ച് ഹ്യൂമിഡിറ്റി കൂടിയ ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ തുണി ഉണങ്ങി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് പാടായിരിക്കും. ബിക്കോസ് ഓൾറെഡി നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. അതേസമയം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറവാണ്, ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കൂടുതൽ, അതായത് എവാപ്പറേഷൻ നമുക്ക് നടന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ തുണി ഉണങ്ങി കിട്ടും. സോ അത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. സോ അങ്ങനെ നമുക്ക് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഹൈ ആണെന്നുണ്ടെങ്കിൽ വാട്ടർ എവാപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും.
ആണല്ലോ. കാരണം എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ ഓൾറെഡി മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണ്. ലീവിങ് ദ സർഫസ് വാട്ടർ, അതായത് സ്കിൻ സർഫസ് വാട്ടർ. കാരണം അതിന്റെ ഫലമായിട്ട് എന്താ നമുക്ക് സംഭവിക്കുക? നമ്മൾ പറഞ്ഞു വാട്ടർ എവാപ്പറേഷൻ എന്ന് പറയുന്നത് കുറവാണ് ആ ഒരു സമയത്ത്. അപ്പൊ എന്താ സംഭവിക്കുക? നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ബോഡി അല്ലെങ്കിൽ സ്കിന്നിനെ കൂൾ ഡൗൺ ചെയ്തുകൊണ്ട് വരുന്നതിനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്വെറ്റിംഗ് ആണ്, അല്ലെ? വിയർപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ഇതേപോലെ ഹ്യൂമിഡിറ്റി ഹൈ ആണ്, വാട്ടർ എവാപ്പറേഷൻ കുറവാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അധികം എന്താ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? സ്വെറ്റ് ഫോം ചെയ്യുന്നത് വളരെ കുറവാണ് എന്നുള്ളതാണ്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ സ്കിൻ സർഫസ് എന്ന് പറയുന്നത് ഹോട്ടർ ആയിട്ടായിരിക്കും റിമെയിൻ ചെയ്യുന്നുണ്ടാവുക. സോ അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നെയാണ്? ശരിയാണ്, അല്ലെ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കറക്റ്റ് ഏത് എന്നുള്ളതായിരുന്നു ചോദിച്ചിരുന്നത്. ഇവിടെ തന്നിരിക്കുന്നതെല്ലാം നമുക്ക് ഹ്യൂമിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ലേ? ശരിയാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഫസ്റ്റും സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നമുക്കിവിടെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അതേപോലെ തന്നെ ഇപ്പൊ ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നതാണ് ഹീറ്റ്, ടെമ്പറേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒത്തിരി അധികം കാട് കയറി നമുക്ക് പഠിക്കണം എന്നില്ല. ബേസിക് ആയിട്ട് അത് എന്തൊക്കെയാ കാര്യങ്ങൾ എന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നേ ഉള്ളൂ. ഇപ്പൊ ഹീറ്റ്, ടെമ്പറേച്ചർ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ യൂണിറ്റും ഒക്കെ നമ്മളൊന്ന് എന്താണ് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ഹീറ്റും ടെമ്പറേച്ചറും തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പ്രോപ്പർ അതിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും, അതായത് ടെമ്പറേച്ചറും ഹീറ്റും അതിന്റെ യൂണിറ്റ് തന്നെ നമുക്ക് ഡിഫറെന്റ് ആണ്, അല്ലെ? ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? കെൽവിൻ ആണോ അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണോ നമ്മുടെ ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? അല്ല. ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അതൊരു ഫോം ഓഫ് എനർജി ആണ്, അല്ലെ? ഊർജത്തിന്റെ ഒരു രൂപമാണ്. ഊർജത്തിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജൂൾ ആണ്. സോ ജൂൾ ആണ് എന്തിന്റെ യൂണിറ്റ്? ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അതിന്റെ SI യൂണിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കെൽവിൻ ആണ് നമുക്ക് നമ്മുടെ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ്. ഹീറ്റിന്റെ ആണെന്നുണ്ടെങ്കിൽ ജൂൾ ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിനെയാണ് അത് അർത്ഥമാക്കുന്നത്? അതായത് ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ആ സബ്സ്റ്റൻസില് ഉള്ള പാർട്ടിക്കിൾസിന്റെ ആവറേജ് കൈനറ്റിക് എനർജിയുടെ മെഷർ ആണ് ഏത്? നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അല്ലെ? ആവറേജ് കൈനറ്റിക് എനർജിയുടെ മെഷർ ആണ്, അല്ലെങ്കിൽ അതിനെ കറസ്പോണ്ട് ചെയ്യുന്ന ടേം ആണ് ഇത് ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? കെൽവിൻ സ്കെയിലാണ് നമ്മൾ പറയുന്നത്. അതേസമയം നമ്മുടെ ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ പറഞ്ഞു ഇതേപോലെ ടെമ്പറേച്ചർ വ്യത്യാസം വരുന്ന സമയത്ത് ഹോട്ടർ ആയിട്ടുള്ള സർഫസിൽ നിന്ന് കോൾഡർ ആയിട്ടുള്ള ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫോം ഓഫ് എനർജി ആണ് ഏത്? നമ്മുടെ ഹീറ്റ് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജൂൾ ആണ്. അപ്പൊ വ്യത്യാസം മനസ്സിലാക്കണം. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസിലെ പാർട്ടിക്കിൾസിന്റെ ആവറേജ് കൈനറ്റിക് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടേം ആണ് ടെമ്പറേച്ചർ. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജി ഫോം ആണ് ഹീറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് ജൂൾ ആണ്. അതേപോലെ ഹീറ്റിന്റെ യൂണിറ്റിൽ നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം കലോറി എന്ന് പറയുന്നതും എന്തിന്റെ യൂണിറ്റ് ആണ്? നമ്മുടെ ഹീറ്റിന്റെ യൂണിറ്റ് ആണ്, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ ഒരു, അതായത് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കലോറിയും ജൂളും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത്. ഇങ്ങനെയുള്ള കുറച്ച് യൂണിറ്റുകൾ തമ്മിലുള്ള, അതായത് നമ്മളോട് നോർമലി ഇപ്പൊ ഒരു പ്രിലിമിനറി എക്സാമിലൊക്കെ ഈ ഭാഗത്തുനിന്ന് ചോദിച്ചാലും യൂണിറ്റ് നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ SI CGS സിസ്റ്റം യൂണിറ്റ്സ് തമ്മിലുള്ള കണക്ഷൻ നമ്മളോട് ചോദിക്കാം. ഇപ്പൊ കലോറിയും ജൂളും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ഒരു കലോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എത്ര ജൂൾ ആയിരിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം. അതായത് 4.18 ജൂൾ ആണ് ഇത് ഒരു കലോറി എന്ന് പറയുന്നത്. ഓക്കെ, സോ രണ്ടും സെയിം യൂണിറ്റ് ആണ്. ഒന്ന് SI യൂണിറ്റ് ആണ്, ജൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം SI യൂണിറ്റ് ആണ്. കലോറി എന്ന് പറയുന്നത് എന്താ? CGS സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ്. സോ ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.18 ജൂൾ ആണ്, ഓർത്ത് വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ അല്ലെ? ശരി, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനും നമുക്ക് ഹ്യൂമിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ വന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ഇസ് യൂസ്ഡ് ടു മെഷർ ദി അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്? ഹീറ്റിന്റെ അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ ഒക്കെ കേസിൽ നമുക്കറിയാം തെർമോമീറ്റർ കാര്യങ്ങൾ വരുന്നു. ഹ്യൂമിഡിറ്റിയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് ഏത് ഡിവൈസ് ആണ് അത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുക? ഓക്സാനോമീറ്റർ ഉണ്ട്, ഹൈഗ്രോമീറ്റർ ഉണ്ട്, ഫോട്ടോമീറ്റർ ഉണ്ട്, നൺ ഓഫ് ദി അബോവ്. ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം
ഓർത്ത് വെക്കണം. ആൻസർ എന്താണ്? ഹൈഗ്രോമീറ്റർ ആണ് അല്ലെ. ഹൈഗ്രോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടു. ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഉപകരണമാണ് ഇത് ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത്, ആർദ്രത അളക്കാൻ. ഇനിയുണ്ട് നമുക്ക് ഹൈഡ്രോമീറ്റർ ഉണ്ട്. ഹൈഡ്രോമീറ്റർ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? ഡെൻസിറ്റിയുടെ മെഷറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. ഹൈഡ്രോമീറ്റർ എന്താണ്? ഡെൻസിറ്റി. ഹൈഗ്രോ എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി, ഹൈഡ്രോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഡെൻസിറ്റി ആണ് ഓർത്ത് വെക്കുക. അതേസമയം ഈ പറഞ്ഞിരിക്കുന്ന ഓക്സാനോമീറ്റർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്? അതായത് പ്ലാന്റ് ഗ്രോത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഓക്സാനോമീറ്റർ എന്ന് പറയുന്നത്. പ്ലാന്റ് ഗ്രോത്തിന്റെ മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇനി അതേസമയം ഇവിടെ നമുക്ക് ഫോട്ടോമീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോട്ടോമീറ്റർ ആ പേരിലുണ്ട്. ഫോട്ടോമീറ്റർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലെ. ഫോട്ടോമീറ്റർ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ആണ്. ലൈറ്റിന്റെ ഇന്റൻസിറ്റിയുടെ മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നമുക്ക് ഫോട്ടോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഓക്സാനോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ഗ്രോത്തിന്റെ മെഷർമെന്റ് ആണ് ഓർത്ത് വെക്കുക. ഫോട്ടോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റിന്റെ ഇന്റൻസിറ്റിയുടെ മെഷർമെന്റ് ആണ്. ഹൈഗ്രോമീറ്റർ ആണ് ഇത് ഹ്യൂമിഡിറ്റിയുടെ മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹൈഡ്രോമീറ്റർ ഓർക്കണം, ഡെൻസിറ്റിയുടെ മെഷർമെന്റ് ആണ് എന്നുള്ളത് ഓർക്കുക. തെർമോമീറ്റർ നമുക്കറിയാം നമ്മുടെ ടെമ്പറേച്ചറിന്റെ മെഷർമെന്റ് അല്ലെ. അപ്പൊ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇമ്പോർട്ടന്റ് ആയിട്ട് ആരാണ് കണ്ടുപിടിച്ചത് നമ്മളൊന്ന് ഓർത്ത് വെക്കാം. തെർമോമീറ്റർ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ആരാണ്? ഗലീലിയോ ഗലീലി ആണ്. ഒന്ന് ഓർത്ത് വെക്കുക. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് എന്തിനാന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാല് ഗലീലിയോ ഗലീലി, അദ്ദേഹമാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, സോ അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഹൈഡ്രോ പ്രത്യേകം ഓർത്ത് വെക്കണം. ഹൈഗ്രോ എന്ന് പറയുമ്പോൾ ഹ്യൂമിഡിറ്റി, ഹൈഡ്രോ എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഓർക്കുക. ഓക്കെ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സയന്റിസ്റ്റ് ഹു ഡിസ്കവർഡ് ദ കോമ്പൗണ്ട് മെർക്കുറസ് നൈട്രൈറ്റ് കണ്ടുപിടിച്ചത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട് നമുക്കിവിടെ. മേഘ്നാഥ് സാഹയുണ്ട്, PC റേ ഉണ്ട്, ഹോമി ജെ ഭാഭ ഉണ്ട്, സത്യേന്ദ്രനാഥ് ബോസ് ഉണ്ട്. മെർക്കുറസ് നൈട്രൈറ്റ് കണ്ടുപിടിച്ചത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ നമുക്ക് ഇവിടെ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, പ്രഫുല്ല ചന്ദ്ര റേ. അദ്ദേഹമാണ് എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്? മെർക്കുറസ് നൈട്രൈറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇന്ത്യൻ സയന്റിസ്റ്റുകളെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തെയാണ് നമ്മൾ എങ്ങനെ വിളിക്കുന്നത്, അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? PC റേ ആണ്. ഓർത്ത് വെക്കണം. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്ന് ചോദിക്കുമ്പോൾ അത് പ്രഫുല്ല ചന്ദ്ര റേ, PC റേ ആണ്. ഓർത്ത് വെക്കുക. ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് ജനറൽ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും? ഓർക്കണം, അത് റോബർട്ട് ബോയിൽ ആണ്. ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് ജനറൽ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റോബർട്ട് ബോയിൽ ആണ്. അതേസമയം ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക, അന്റോയിൻ ലാവോസിയർ ആണ്. അന്റോയിൻ ലാവോസിയർ ആണ് ഏത്? ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്നറിയപ്പെടുന്നത്. സോ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്ന് പറയുന്നത് അന്റോയിൻ ലാവോസിയർ. അദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മൾ പഠിക്കും. നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ പേര് നൽകിയിട്ടുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. ആരാണ്? അന്റോയിൻ ലാവോസിയർ ആണ് അല്ലെ. ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ആ പേര് നൽകിയത് അന്റോയിൻ ലാവോസിയർ ആണ്. പക്ഷെ അതൊക്കെ കണ്ടുപിടിച്ചത് ആരാ? അദ്ദേഹം അല്ല അല്ലെ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ളത് നമ്മൾ പഠിക്കും. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? നമുക്കറിയാം, ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് അദ്ദേഹമാണ് ഇത് ഹൈഡ്രജൻ കണ്ടുപിടിച്ചു. ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചു. ഓക്സിജൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. ഓക്കെ, ജോസഫ് പ്രീസ്റ്റ്ലി ആണ് എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്? നമുക്ക് ഓക്സിജൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടുപിടിച്ചത് ഏതാണ്? ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ ജോസഫ് പ്രീസ്റ്റ്ലി, ഹൈഡ്രജൻ ആണെന്നുണ്ടെങ്കിൽ ഹെൻറി കാവൻഡിഷ്. പക്ഷെ ഇതിനൊക്കെ പേര് നൽകിയിട്ടുള്ളത് ആരാണ്? അന്റോയിൻ ലാവോസിയർ ആണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്ന് വിളിക്കുന്നത് അന്റോയിൻ ലാവോസിയർ ആണ്. അതേസമയം ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി നമ്മൾ പറഞ്ഞു PC റേ ആണ്. അദ്ദേഹമാണ് എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്? മെർക്കുറസ് നൈട്രൈറ്റ്
കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓർത്തു വെക്കുക. ഓക്കെ, അതേപോലെ അദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, അതിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്ന PC റേ ആണ്. ഓർത്തു വെക്കണം. അതായത് ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണത്. സോ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ആര് തന്നെയാണ്? PC റേ ആണ്. ഓർത്തു വെക്കുക. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഏത്? ലൈഫ് ആൻഡ് എക്സ്പീരിയൻസസ് ഓഫ് എ ബംഗാളി കെമിസ്റ്റ്. ലൈഫ് ആൻഡ് എക്സ്പീരിയൻസസ് ഓഫ് എ ബംഗാളി കെമിസ്റ്റ്. ഒരു ബംഗാളി രസതന്ത്രജ്ഞന്റെ ജീവിതവും പരീക്ഷണങ്ങളും എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയാണ്? പ്രഫുല്ല ചന്ദ്ര റേ, PC റേ ആണ്. ഓർത്തു വെക്കുക. ലൈഫ് ആൻഡ് എക്സ്പീരിയൻസസ് ഓഫ് എ ബംഗാളി കെമിസ്റ്റ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ഒരു കൃതിയാണ് ഇന്ത്യൻ രസതന്ത്രത്തിന്റെ ചരിത്രം, ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്ന് പറയുന്നത് ആരുടെ ബുക്കാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ആര് തന്നെയാണ്? PC റേ ആണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ രണ്ട് കൃതികളാണ്. ഒന്ന് ഓട്ടോബയോഗ്രഫി, ലൈഫ് ആൻഡ് എക്സ്പീരിയൻസസ് ഓഫ് എ ബംഗാളി കെമിസ്റ്റ്. അദ്ദേഹത്തിന്റെ തന്നെ കൃതിയാണ് അടുത്തത് അതായത് നമ്മുടെ ഇന്ത്യൻ രസതന്ത്രത്തിന്റെ ചരിത്രം എന്ന് പറയുന്ന കൃതി. ഓർത്തു വെക്കാം. അദ്ദേഹമാണ് ഏത്? നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആയിട്ടുള്ള ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ സ്ഥാപകൻ. ഓർത്തു വെക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കും PC റേ ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ B ആണ്, PC റേ. ഇനി ഇതേപോലെ വന്നിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഫിസിസിസ്റ്റ് who is considered as the father of fiber optics. ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നമുക്ക് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ A ആണ്, നരീന്ദർ സിംഗ് കപാനി. ഓർത്തു വെക്കുക. ഫാദർ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്കിത്. ഓപ്ഷൻ A ആണ്, നരീന്ദർ സിംഗ് കപാനി. അതേസമയം ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ റേഡിയോ സയൻസ്. ഫാദർ ഓഫ് ഇന്ത്യൻ റേഡിയോ സയൻസ്. ഇന്ത്യൻ റേഡിയോ സയൻസിന്റെ ശാസ്ത്രത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ആരാണ് നമ്മളെ ഫാദർ ഓഫ് ഇന്ത്യൻ റേഡിയോ സയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓർക്കണം, JC ബോസ് ആണ്. ഓക്കെ, JC ബോസ് അല്ലെങ്കിൽ ജഗദീഷ് ചന്ദ്ര ബോസ്, അദ്ദേഹത്തെയാണ് നമ്മൾ എങ്ങനെ വിളിക്കുന്നത്? ഫാദർ ഓഫ് ഇന്ത്യൻ റേഡിയോ സയൻസ്. അപ്പൊ ഇങ്ങനെയുള്ള സയന്റിസ്റ്റുകൾ, അത് നമുക്ക് എടുത്ത സിലബസിൽ പറയുന്നുണ്ട് പഠിക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് ഇപ്പം ഇതിനു മുൻപ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പൊ വ്യക്തികളെ കുറിച്ച് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഇതേപോലെ എങ്ങനെയാണ് അവർ അറിയപ്പെടുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഫാദർ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നരീന്ദർ സിംഗ് കപാനിയാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ റേഡിയോ സയൻസ് എന്നറിയപ്പെടുന്നത് ആരാണ്? JC ബോസ് ആണ്. ഓർത്തു വെക്കുക. ജഗദീഷ് ചന്ദ്ര ബോസ്. അതേസമയം നമുക്ക് സത്യേന്ദ്രനാഥ് ബോസ്, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? സത്യേന്ദ്രനാഥ് ബോസ് അദ്ദേഹം നമുക്കറിയാം നമ്മുടെ നമ്മള് ഈ പറഞ്ഞിരിക്കുന്ന ദ്രവ്യത്തിന്റെ ഓരോ അവസ്ഥകൾ പഠിക്കും അല്ലെ? നമ്മള് 7 ഫണ്ടമെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഓരോ അവസ്ഥകൾ, സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റ്, പിന്നെ ഏതാണ് പ്ലാസ്മ, അങ്ങനെ ഓരോന്ന് നമ്മൾ പഠിച്ചു പോകുമ്പോഴത്തേക്കും നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റ് പഠിക്കുന്നുണ്ട് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അല്ലെ? സോ പ്ലാസ്മ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്ന 5ാമത്തെ സ്റ്റേറ്റ് ആണ് ഇത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. പിന്നെ നമുക്ക് വരുന്ന അടുത്തത് ഏതാ? 6ാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. പിന്നെ നമുക്ക് വരുന്ന 7ാമത്തെ സ്റ്റേറ്റ് ആണ് ഇത് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ അല്ലെ? ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ് എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും വരുന്നുണ്ടാവുക. സോ അപ്പൊ ആ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഒക്കെ അതൊക്കെ നമുക്ക് മെയിൻസിലേക്ക് പോകുമ്പോഴും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് ആ സ്റ്റേറ്റ്സ് എന്നുള്ളത്, 5ാമത്തെ സ്റ്റേറ്റ് ഏത്, 6ാമത്തത് ഏത് എന്നുള്ളത് പേരെടുത്തൊക്കെ ചോദിക്കാം. അതിപ്പോ നമ്മുടെ പ്രിലിമിനറിക്ക് ആണെന്നുണ്ടെങ്കിലും ചോദിക്കാം. അപ്പൊ അത് പഠിച്ചിരിക്കാം. അപ്പൊ നമ്മുടെ 5ാമത്തെ സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് അല്ലെ? അപ്പൊ ഈ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിന് ആ പേര് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാ? ഒന്ന്, അതിലെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സത്യേന്ദ്രനാഥ് ബോസ്. സത്യേന്ദ്രനാഥ് ബോസ് അതേപോലെ തന്നെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് അല്ലെ? അതായത് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഈ 2 വ്യക്തികളുമാണ് ഇത് ആദ്യമായിട്ട് ഇതേപോലെയുള്ള ഒരു ഫിസിക്കൽ സ്റ്റേറ്റിനെ കുറിച്ച്
പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ. സോ അങ്ങനെയാണ് ആ ഫിസിക്കൽ സ്റ്റേറ്റിന് നമുക്ക് എന്ത് പേര് വന്നത്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. അത് അഞ്ചാമത്തെ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് എന്നുള്ളത് ഓർക്കണം. ഈ ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർക്കണം. പിന്നെ നമ്മുടെ ബോസ്-ഐൻസ്റ്റീൻ ഓരോ ഫിസിക്കൽ സ്റ്റേറ്റിലും ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഓരോന്നുണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ പ്ലാസ്മ എന്ന് പറയുന്ന ഫിസിക്കൽ സ്റ്റേറ്റില് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന അടിസ്ഥാന കണങ്ങൾ എന്ന് പറയുന്നത് അയോണുകളാണ്. അതേപോലെ തൊട്ടടുത്തുള്ള അഞ്ചാമത്തെ ഫിസിക്കൽ സ്റ്റേറ്റ് ആയിട്ടുള്ള ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റില് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഏതാണ്, അടിസ്ഥാന കണങ്ങൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബോസോൺസ് ആണ് അല്ലെ. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന ഫിഫ്ത്ത് സ്റ്റേറ്റില് നമ്മുടെ അടിസ്ഥാന കണങ്ങൾ എന്ന് പറയുന്ന ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ബോസോൺസ് ആണ്. എങ്ങനെയാണ് ആ പേര് കിട്ടിയിരിക്കുന്നത്? ഇദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ പേരൊക്കെ വന്നിരിക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ സത്യേന്ദ്രനാഥ് ബോസ്, അദ്ദേഹത്തെയും ഇതേപോലെ നമ്മൾ എങ്ങനെ അറിയപ്പെടുന്നു? ഇതേപോലെ ഫാദർ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ് കണ്ടു, ഫാദർ ഓഫ് റേഡിയോ സയൻസ് ഒക്കെ നമ്മൾ കണ്ടു. ഫാദർ ഓഫ് ഗോഡ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ആരായിരിക്കും? അത് ഓർത്ത് വെക്കണം, ചോദിക്കാം നമ്മളോട്. ഫാദർ ഓഫ് ഗോഡ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ആര്? ദൈവകണം എന്ന് നമ്മൾ പറയും അല്ലെ. സോ ഫാദർ ഓഫ് ഗോഡ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ആരാണ്? സത്യേന്ദ്രനാഥ് ബോസ് ആണ്. ഓർത്ത് വെക്കുക, JC ബോസ് ഇന്ത്യൻ റേഡിയോ സയൻസിന്റെ പിതാവ്. ഫാദർ ഓഫ് ഗോഡ് പാർട്ടിക്കിൾ ആണ് ഇത് SN ബോസ് അല്ലെങ്കിൽ നമ്മുടെ സത്യേന്ദ്രനാഥ് ബോസ്, ദൈവഗണത്തിന്റെ പിതാവ്. ഗോഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഹിഗ്സ് ബോസോൺസ് ആണ് അല്ലെ ഗോഡ് പാർട്ടിക്കിൾ എന്ന് അറിയപ്പെടുന്നത്. ആ ഗോഡ് പാർട്ടിക്കിളിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക, സത്യേന്ദ്രനാഥ് ബോസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ഓരോ സയന്റിസ്റ്റുകള് അവരെങ്ങനെയാണ് അറിയപ്പെടുന്നത്, അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചു വെക്കുക. ഇപ്പൊ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു, ഇതേപോലെ ഇനിയും നമ്മളോട് ചോദിക്കാം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയറിൽ നടന്നിട്ടുള്ള നമ്മുടെ 3 ഫേസ് എക്സാമിൽ 2 ഫേസിൽ നമുക്ക് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുൻപ് ഇതേപോലെ വാക്സിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ്. സോ അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ലാസ്റ്റ് ഇയറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസീസസ് ഇസ് നോട്ട് കോസ്ഡ് ബൈ ബാക്ടീരിയ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സോ അപ്പൊ ഒരു പ്രിലിമിനറി ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ടീരിയൽ രോഗങ്ങൾ അല്ലെങ്കിൽ വൈറസ് രോഗങ്ങൾ ജനറൽ ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. ബാക്ടീരിയ രോഗങ്ങൾ അല്ലാത്തത് ഏത് എന്നുള്ള ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. കോളറ, മെനിഞ്ചൈറ്റിസ്, പോളിയോമൈലൈറ്റിസ്, ട്യൂബർകുലോസിസ്. ഏതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ബാക്ടീരിയ രോഗം അല്ലാത്തത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ ഇതിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാ? ആൻസർ ഓപ്ഷൻ സി അല്ലേ, പോളിയോമൈലൈറ്റിസ്. പോളിയോ വൈറസ് ആണ് നമുക്ക് രോഗകാരിയായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ ഇതെന്ന് പറയുന്ന എന്താണ്? നമുക്ക് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗാണുബാധകളാണ്. ബാക്കി ഏതൊക്കെയുണ്ട്? നമുക്ക് ഡെങ്കിപ്പനി വരുന്നുണ്ട്, മഞ്ഞപ്പനി ആയിക്കോട്ടെ, ചിക്കൻ ഗുനിയ, ചിക്കൻ ബോക്സ്, സ്മോൾ ബോക്സ് കാര്യങ്ങളൊക്കെ എന്താണ്? വൈറസ് മൂലമുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതേസമയം ബാക്കി വരുന്ന രോഗങ്ങളുടെ ഒക്കെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോളറ എന്ന് പറയുന്നത് എന്താ? ബാക്ടീരിയ മൂലമുള്ള രോഗമല്ലേ, നമ്മൾ പഠിക്കുന്നതാണ് കോളറ. ബേസിക് ആയിട്ട് അതിപ്പം ഈ ഒരു എക്സാമിനെന്നല്ല, ഏത് എക്സാമിന്റെ സിലബസ് എടുത്ത് നോക്കിയാലും പ്രിലിമിനറി മെയിൻസിലൊക്കെ നമുക്ക് എന്ത് വരുന്നുണ്ട്? രോഗങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. എന്തായാലും നമ്മൾ ഇത് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. സോ അപ്പം കോളറ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ബാക്ടീരിയൽ രോഗമാണ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് അതിന്റെ പാത്തോജൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് തന്നെയാണ്? ബാക്ടീരിയ തന്നെയല്ലേ നമുക്ക് വരുന്നത്. ട്യൂബർകുലോസിസ് ക്ഷയരോഗത്തിന്റെ രോഗകാരി എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്? ബാക്ടീരിയ ആണ് അല്ലെ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ളതൊക്കെ നമുക്ക് ബാക്ടീരിയകൾ മൂലമുള്ള രോഗങ്ങളാണ്. പോളിയോമൈലൈറ്റിസ് എന്ന് പറയുന്ന പോളിയോ വൈറസ് ആണ് അല്ലെ, വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗാണുബാധയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന ബാക്ടീരിയ വൈറസ് രോഗങ്ങൾ പഠിക്കുമ്പോൾ ബാക്ടീരിയ ആണ് വൈറസ് ആണ് എന്നുള്ളത് മാത്രമല്ല, എടുത്ത പേര് പ്രത്യേകിച്ച് വൈറസ് രോഗങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഓരോ രോഗം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വൈറസ് ഏതാണെന്നുണ്ടെങ്കിൽ ആ വൈറസിന്റെ പേര് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ബാക്ടീരിയൽ രോഗങ്ങളാണ് എന്നുണ്ടെങ്കിലും, കോളറയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വിബ്രിയോ കോളറ എന്തിന് കാരണമാകുന്നു? കോളറയ്ക്ക് കാരണമാകുന്ന നമ്മുടെ ബാക്ടീരിയ ആണ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അതും ബാക്ടീരിയ ആണ്. മെനിഞ്ചോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ട്യൂബർകുലോസിസ് ആണെന്നുണ്ടെങ്കിൽ ഏതാണ് ബാക്ടീരിയ നമുക്ക് വരുന്നത്? നമുക്കറിയാം ബാക്ടീരിയൽ രോഗമാണ്. മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് അല്ലെ. മൈക്കോ ബാക്ടീരിയം
ട്യൂബർക്യുലോസിസ് ആണ് എന്തിന് കാരണം? ട്യൂബർക്യുലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗത്തിന് കാരണം. നമ്മൾ പഠിച്ചിരുന്നു, ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടാണ് വന്നത്. ക്ഷയരോഗ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാ? നമ്മൾ പറഞ്ഞു മാർച്ച് 24 അല്ലെ? ക്ഷയരോഗ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് മാർച്ച് 24. അങ്ങനെയുള്ള ഡേറ്റ്സും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, പോളിയോമൈലൈറ്റിസ്. വൈറസ് മൂലമുള്ള രോഗാണുബാധയാണ്. ഓക്കെ, സോ അപ്പൊ വൈറസ് രോഗങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്മോൾ പോക്സ് എന്ന് പറയുന്ന രോഗത്തിന്റെ രോഗകാരി നമ്മൾ പഠിക്കും. സ്മോൾ പോക്സ്, അതേപോലെ തന്നെ ചിക്കൻ പോക്സ്, പിന്നെ അതേപോലെ തന്നെ മീസിൽസ്. സോ ഇതിന്റെ മൂന്നും പ്രത്യേകത എന്താ? വൈറസ് രോഗങ്ങൾ തന്നെയാണ് അല്ലെ? അപ്പൊ ഇത് മൂന്നും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ പഠിക്കുന്നുണ്ട്. ഹോട്ട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മൾ ഇതിന്റെ രോഗകാരികൾ ഏത് വൈറസ് ആണെന്ന് പഠിച്ചിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഇവര് മൂന്ന് പേരും പഠിക്കുമ്പോഴത്തേക്ക് ഒരേപോലെ മാറിപ്പോകാതെ പഠിക്കണം. കാരണം ഇവരുടെയൊക്കെ രോഗകാരികളുടെ പേര് എന്ന് പറയുന്നത് നമുക്ക് വൈറസ് ഒരേ രീതിയിലാണ് വരുന്നത്. സോ അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഇത് മൂന്നിന്റെയും രോഗകാരികൾ ഓപ്ഷൻസിൽ ഉണ്ടായിരിക്കും. അപ്പൊ അത് കൺഫ്യൂഷൻ ആവരുത്. സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരിയുടെ പ്രത്യേകത നമുക്കറിയാം. വസൂരിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ആദ്യമായിട്ട് നമുക്ക് ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തെടുത്തത് അല്ലെ? സ്മോൾ പോക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആരായിരുന്നു ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്? എഡ്വേർഡ് ജെന്നർ ആണ്. നമ്മൾ പഠിക്കുന്നുണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട് വാക്സിൻ ഡെവലപ്പ് ചെയ്തത് ഏത് രോഗത്തിനാണെന്ന് ചോദിച്ചാൽ സ്മോൾ പോക്സിനാണ്. അത് ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ് ആര്? എഡ്വേർഡ് ജെന്നർ. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, എന്താ? ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? എഡ്വേർഡ് ജെന്നർ. അദ്ദേഹമാണ് ആദ്യമായിട്ട് വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വ്യക്തി സ്മോൾ പോക്സിന് വേണ്ടിയിട്ട്. അപ്പൊ സ്മോൾ പോക്സിന്റെ രോഗകാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? നമുക്കറിയാം, പഠിക്കുന്നുണ്ട്, വെരിയോള വൈറസ് ആണ്. ഓർത്ത് വെക്കണം, വെരിയോള വൈറസ് എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ പോക്സിന്റെ രോഗകാരിയായിട്ട് വരുന്നതാണ് അല്ലെ? ഇനി ചിക്കൻ പോക്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏതാണ്? വെരിസെല്ല സോസ്റ്റർ ആണ്. വെരിസെല്ല വൈറസ് അല്ലെങ്കിൽ വെരിസെല്ല സോസ്റ്റർ ആണ് ഇത് നമുക്ക് ചിക്കൻ പോക്സിന്റെ രോഗകാരിയായിട്ട് വരുന്നത്. മീസിൽസിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? റുബിയോള വൈറസ് ആണ്. ഓർക്കണം, മൂന്നിന്റെയും പേര് കാണുമ്പോഴേ നമുക്ക് സിമിലർ ആണ് അല്ലെ? സോ മീസിൽസ് ആണെന്നുണ്ടെങ്കിൽ റുബിയോള വൈറസ് ആണ്. 5-ാം പനി റുബിയോള വൈറസ് ആണ്, ഓർത്ത് വെക്കുക. അതേസമയം നമ്മുടെ സ്മോൾ പോക്സ് ആണെങ്കിൽ വെരിയോള വൈറസ് ആണ്. പിന്നെ നമുക്ക് ചിക്കൻ പോക്സ് ആണെന്നുണ്ടെങ്കിൽ വെരിസെല്ല സോസ്റ്റർ, വെരിസെല്ല വൈറസ് ആണ്, ഓർത്ത് വെക്കുക. അപ്പൊ വൈറസുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറസ് രോഗങ്ങൾ നോക്കുമ്പോൾ രോഗവും അതേപോലെ തന്നെ നമ്മുടെ രോഗകാരിയും ആ പേര് തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ബാക്ടീരിയൽ രോഗങ്ങളിൽ കുറെയൊക്കെ നമുക്ക് ആ ഒരു കണക്ഷൻ വരുന്നുണ്ട്. പക്ഷെ വൈറസ് രോഗങ്ങളിൽ അങ്ങനെയുള്ള കണക്ഷൻ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കണം. ഈ മൂന്ന് പേര് ഇത് നമുക്ക് ചോദിച്ചിട്ടും ഉള്ളതാണ്. ഇതിൽ ചിക്കൻ പോക്സ് ചോദിച്ചിട്ട് ഓപ്ഷൻസിൽ ഇത് മൂന്ന് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ഓർക്കണം, ചിക്കൻ പോക്സ് എന്ന് പറയുന്നത് വെരിസെല്ല ആണ്, വെരിയോള അല്ല. വെരിയോള എന്താണ്? സ്മോൾ പോക്സ് ആണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെയുള്ള രോഗകാരികള് കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ടെസ്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. രോഗം പഠിക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ രോഗകാരി ഏതാന്നുള്ളത് പ്രധാനമായിട്ട് പഠിക്കണം. അത് ജനറൽ ആയിട്ട് പഠിക്കണം. പ്ലസ് ഇതേപോലെ വൈറസ് ആണെങ്കിൽ ഏത് ടൈപ്പ് കാര്യങ്ങൾ പഠിക്കണം. പിന്നെയാണ് ടെസ്റ്റ് വരുന്നത്. ടെസ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതില് ഇവിടെ ചോദിച്ചിരിക്കുന്ന വൈഡൽ ടെസ്റ്റ് ഏത് രോഗത്തിനാണ് എന്നുള്ളതാണ്. ഏറ്റവും കോമൺ ആയിട്ട് പല എക്സാമുകളിൽ നമ്മളോട് ചോദിക്കാറുള്ള ഒന്നാണ് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. വൈഡൽ ടെസ്റ്റ് ഇവിടെ ഈ തന്നിരിക്കുന്നതിൽ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വൈഡൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്? ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? ടൈഫോയിഡിന് വേണ്ടിയിട്ടുള്ള രോഗനിർണയ പരിശോധനയാണ് ഇത് നമ്മുടെ വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ടൈഫോയിഡ് എന്ത് മൂലം ഉണ്ടാകുന്ന രോഗമാണ്? ബാക്ടീരിയ ആണോ വൈറസ് ആണോ? ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് അല്ലെ? സോ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടൈഫോയിഡ് എന്ന് പറയുന്നത്. ഏതാ രോഗകാരി എന്ന് പറയുന്നത്? സാൽമോണല്ല ടൈഫി ആണ് അല്ലെ? സോ ബാക്ടീരിയ രോഗമാണ്. സാൽമോണല്ല ടൈഫി ആണ് രോഗകാരി എന്ന് പറയുന്നത്. ടെസ്റ്റ് എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക, വൈഡൽ ടെസ്റ്റ് ആണ്. പിന്നെ ഇതേപോലെ ടെസ്റ്റുകളിൽ നമ്മളോട് കോമൺ ആയിട്ട് ചോദിക്കാറുള്ളതാണ് നമ്മുടെ എലൈസ ടെസ്റ്റ് ചോദിക്കുന്നുണ്ട്. എലൈസയുടെ ഫുൾ ഫോം എന്താണ്? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് എസ്സേ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് എസ്സേ. സോ എലൈസയുടെ അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ഏത് രോഗത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട്. ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? സോ എയ്ഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ് എലൈസ ടെസ്റ്റ്. ഇനി എലൈസ മാത്രമല്ല, പിന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒന്നാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. സോ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ നേവ ടെസ്റ്റ് ഉണ്ട്.
പിന്നെ PCR ടെസ്റ്റ്, ഇതൊക്കെ എന്തിന്റെ രോഗനിർണയ പരിശോധനകളിൽ വരുന്നതാണ്? എയ്ഡ്സിന്റെ രോഗനിർണയ പരിശോധനകളിൽ വരുന്നതാണ്. അപ്പൊ എലൈസയും വെസ്റ്റേൺ ബ്ലോട്ടും നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കുക. ഓക്കെ, സോ എലൈസ, വെസ്റ്റേൺ ബ്ലോട്ട്, നേവ, PCR ഇതൊക്കെ എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ക്യാൻസറിൽ നമുക്കറിയാം ബയോപ്സി ആണ്. അവിടെ എടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളോട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ മെയിൻ എക്സാമിന് നമുക്ക് വന്നിരുന്നതാണ് പാപ്സ്മിയർ ടെസ്റ്റ്. പാപ്സ്മിയർ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസറിന്റെ കണ്ടുപിടിക്കലുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ രോഗനിർണയ പരിശോധനയാണ് ഏതാണ്? ഗർഭാശയ മുഖ ക്യാൻസറിന്റെ എന്താണ് അതിന്റെ ഡയഗ്നോസിസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇത് പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ക്യാൻസറിന്റെ രോഗനിർണയ പരിശോധനയാണ്. ഗർഭാശയ മുഖ ക്യാൻസറിന്റെ രോഗനിർണയ പരിശോധനയാണ് ഇത് പാപ്സ്മിയർ ടെസ്റ്റ്. അതും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക, ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും നമുക്ക് ചോദിക്കാം. ഓക്കെ, ശരി. സോ അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, ടൈഫോയിഡ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വാക്സിൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ്. ലൂയി പാസ്ചർ, അദ്ദേഹത്തെ കുറിച്ചാണ്. ലൂയി പാസ്ചർ ക്രിയേറ്റഡ് ദ ഫസ്റ്റ് വാക്സിൻസ് ഫോർ, ഏത് രോഗങ്ങൾക്കാണ് ലൂയി പാസ്ചർ, അതായത് ഏത് രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് വാക്സിൻ ആണ് ലൂയി പാസ്ചർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റാബിസ് ഉണ്ട്, കോളറ, ആന്ത്രാക്സ്, ഇതെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് വാക്സിൻ ആണ് ലൂയി പാസ്ചർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം റാബിസ് വാക്സിൻ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ്? ലൂയി പാസ്ചർ ആണ്, അല്ലെ? സോ ഇനി അടുത്ത കോളറ, ആന്ത്രാക്സ്. കോളറ രോഗത്തിന്റെ ഫസ്റ്റ് വാക്സിൻ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ആര് തന്നെയാണ്? ലൂയി പാസ്ചർ തന്നെയാണ്. ഓർക്കണം, റാബിസ് മാത്രമല്ല കോളറ വാക്സിനും ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ലൂയി പാസ്ചർ ആണ്. അതേപോലെ തന്നെ ആന്ത്രാക്സ്. ആന്ത്രാക്സ് എന്ന് പറയുന്നത് എന്താ? ഒരു ബാക്ടീരിയൽ രോഗമാണോ വൈറസ് രോഗമാണോ? ബാക്ടീരിയൽ രോഗമാണ്, അല്ലെ? ബാസിലസ് ആന്ത്രാസിസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ആന്ത്രാക്സ് രോഗത്തിന് കാരണം. കോളറ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കണ്ടു, നമുക്കറിയാം അതും ബാക്ടീരിയൽ രോഗമാണ്. റാബിസ് എന്ന് പറയുന്നത് എന്താ? അത് വൈറസ് രോഗമാണ്, അല്ലെ? സോ അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന രോഗങ്ങൾക്കൊക്കെ ആന്ത്രാക്സിനും ഫസ്റ്റ് വാക്സിൻ ഡെവലപ്പ് ചെയ്തത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആര് തന്നെയാണ്? ലൂയി പാസ്ചർ ആണ്. ഓർത്തു വെക്കാം. ഓക്കെ, സോ റാബിസ് മാത്രമല്ല കോളറയാണ് എന്നുണ്ടെങ്കിലും ആന്ത്രാക്സ്, സോ ഈ രോഗങ്ങൾക്കൊക്കെ ഫസ്റ്റ് വാക്സിൻ ഡെവലപ്പ് ചെയ്തത് ആരാണ്? ലൂയി പാസ്ചർ ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? അല്ല, ഓപ്ഷൻ ഡി ആണ്. എല്ലാമാണ് ഈ പറഞ്ഞിരിക്കുന്നത്, ഓൾ ഓഫ് ദ എബവ്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വാക്സിനുകൾ ഇതേപോലെ ഡെവലപ്പ് ചെയ്തത് ആര് എന്നുള്ള രീതിയിലൊക്കെ കോമൺ ആയിട്ട് നമ്മളോട് എക്സാമുകളിൽ ചോദിക്കാറുണ്ട്. ഇനിയും നമ്മളോട് എക്സാമിന് ചോദിക്കാം, നമ്മുടെ അടുത്ത ഒരു പ്രിലിമിനറി എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മളോട് സാധാരണ എക്സാമുകളിൽ ചോദിക്കാറുള്ള ലൂയി പാസ്ചർ, അദ്ദേഹത്തെ കുറിച്ച് നമ്മളോട് ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ പോളിയോ വാക്സിൻ ഡെവലപ്പ് ചെയ്ത വ്യക്തികളെ കുറിച്ച് നമ്മളോട് കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട്. പോളിയോ വാക്സിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം IPV ഉണ്ട്, അതേപോലെ തന്നെ OPV ഉണ്ട്, അല്ലെ? രണ്ടും നമ്മൾ പഠിച്ചു വെക്കണം. IPV ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ജൊനാസ് സാൽക്ക് ആണ്. ഓർത്തു വെക്കുക, ജൊനാസ് സാൽക്ക് ആണ് ഇത് IPV, ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ഡെവലപ്പ് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ജൊനാസ് സാൽക്ക് ആണ്. OPV നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്, ഓറൽ പോളിയോ വാക്സിൻ ഡെവലപ്പ് ചെയ്തത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം ആരാണ്? ആൽബർട്ട് സാബിൻ ആണ്. സോ IPV ജൊനാസ് സാൽക്ക്, OPV ആണെന്നുണ്ടെങ്കിൽ ആൽബർട്ട് സാബിൻ. ഇത് തിരിഞ്ഞു പോകരുത്, നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മളോട് വാക്സിനുകളെ കുറിച്ച് കോമൺ ആയിട്ട് ചോദിക്കാറുള്ളത് BCG വാക്സിൻ ചോദിക്കാറുണ്ട്. BCG വാക്സിൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, അല്ലെ? സോ ഇത് ഡെവലപ്പ് ചെയ്തത് ആര് എന്നുള്ള രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ ആരാണ്? ഓർക്കണം, അതും ആൽബർട്ട്. ആൽബർട്ട് സാബിൻ ആണോ? അല്ല, ആൽബർട്ട് കാമറ്റ്. ഓക്കെ, സോ അദ്ദേഹമാണ് ഇത് BCG വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ലൂയി പാസ്ചർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് വാക്സിൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ രോഗങ്ങൾക്കാണ്? റാബിസ്, കോളറ, ആന്ത്രാക്സ്. പോളിയോ വാക്സിൻ IPV ഡെവലപ്പ് ചെയ്തത് ജൊനാസ് സാൽക്ക് ആണ്. ഓർക്കണം, OPV ആൽബർട്ട് സാബിൻ ആണ്. ഓർക്കുക, BCG എന്ന് പറയുന്നത് ആൽബർട്ട് കാമറ്റ് ആണ്. ഓർത്ത് വെക്കുക. ഫസ്റ്റ് വാക്സിൻ ഏത് രോഗത്തിന് അഗെയിൻസ്റ്റ് ആയിരുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്മോൾ പോക്സ് ആണ്, അല്ലെ? സ്മോൾ പോക്സിന്റെ രോഗകാരി ഏതായിരുന്നു? വെരിയോള വൈറസ് ആണ്. ഓർത്ത് വെക്കണം. സ്മോൾ പോക്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫസ്റ്റ് വാക്സിൻ ഡെവലപ്പ് ചെയ്തത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഡ്വേർഡ് ജെന്നർ. ഓർത്ത് വെക്കുക, എഡ്വേർഡ് ജെന്നർ. സോ നമ്മൾ പറഞ്ഞു ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. സോ ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മളോട് ചോദിക്കും.
ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പഠിച്ചു വെക്കാം. ഓക്കെ, ശരി. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് എൻവയോൺമെന്റൽ സയൻസിന്റെ ഭാഗത്ത് തന്നെയാണ് ഇതും നമ്മൾ പഠിക്കുന്നത് അല്ലെ. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മേജർ എലമെന്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. മെയിൻ എലമെന്റ്, സുസ്ഥിര വികസനത്തിന്റെ മെയിൻ എലമെന്റ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സുസ്ഥിര വികസനം എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. സോ ബ്രണ്ട്ലൻ കമ്മീഷൻ റിപ്പോർട്ടില് സുസ്ഥിര വികസനത്തെ കുറിച്ച് ഒരു പ്രോപ്പർ ഡെഫിനിഷൻ ഒക്കെ പറയുന്നുണ്ട്. സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ ഉദവിത്താനാകുന്ന തരത്തില്, അതായത് അവർക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തില് നമ്മൾ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങള് നിറവേറ്റുക, അങ്ങനെയുള്ള തരത്തിലുള്ള വികസനമാണ് നമ്മൾ എങ്ങനെ പറയുന്നത്, സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല ഭാവി തലമുറയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങൾ. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് നിൽക്കുന്നത് 3 മെയിൻ പില്ലേഴ്സിലാണ്. സോ അത് അല്ലാത്തത് ഏത്, മെയിൻ എലമെന്റ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആ 3 എലമെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ സുസ്ഥിര വികസനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് ഫസ്റ്റ് വരുന്ന ഫാക്ടർ ആണ് ഓഫ് കോഴ്സ് എന്തുണ്ടായിരിക്കും, എൻവയോൺമെന്റൽ ഫാക്ടർ. ഫസ്റ്റ് പില്ലർ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ഫാക്ടർ ആണ്. ഓക്കെ, എൻവയോൺമെന്റൽ ഫാക്ടർ ആണ്. അതായത് സുസ്ഥിര വികസനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മളൊരു വികസന പദ്ധതികളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഉറപ്പായിട്ടും നമ്മൾ അത് പരിസ്ഥിതി എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ അല്ലെ. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്, എൻവയോൺമെന്റൽ ഫാക്ടർ ആണ്. സോ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ വൺ ഓഫ് ദ മെയിൻ എലമെന്റ്സ് ആണ് എന്നുള്ളത് ഓർക്കുക. ഫസ്റ്റ് പില്ലർ ആണ്. പിന്നെ അതിനുശേഷം നമുക്ക് വരുന്നതാണ് ഒന്ന് സോഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എക്കണോമിക്കൽ നമ്മുടെ എൻവയോൺമെന്റൽ ഫാക്ടർ നമ്മൾ പറഞ്ഞു. പിന്നെ ഉള്ളതാണ് സോഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത്. സോഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ സെക്കൻഡ് പില്ലർ അല്ലെങ്കിൽ ഒരു മെയിൻ എലമെന്റ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ വരുന്ന തേർഡ് ഫാക്ടർ ആണ് ഏത്, എക്കണോമിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇതേപോലെയുള്ള നമ്മുടെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിൽ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റൽ ഫാക്ടർ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, സോഷ്യലി ഉള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, പ്ലസ് അത് എന്തായിരിക്കണം, എക്കണോമിക് ഗ്രോത്തിന് കൂടി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കണം, ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലെ. സോ നമ്മുടെ എക്കണോമിക് ഫാക്ടർ ആണ് നമ്മുടെ തേർഡ് പില്ലർ എന്ന് പറയുന്നത്. സോ അപ്പൊ 3 പില്ലേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മളോട് ഇനിയും ചോദിക്കാം. അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. 3 പില്ലേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഒന്ന് എൻവയോൺമെന്റ്, പിന്നെയുള്ളത് സോഷ്യൽ, പിന്നെയുള്ളത് എക്കണോമിക് ഫാക്ടർ ആണ്. സോ ഇത് 3ഉം ഇതിൽ ഉൾപ്പെടുന്നതാണ്. അല്ലാത്തത് ഏത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അല്ലാത്തത് ഏതാണ്, ഇവിടെ ഓപ്ഷൻ എ ആണ്, ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, ഓപ്ഷൻ എ ആണ്, ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അപ്പൊ 3 പില്ലേഴ്സ് ഓർത്ത് വെക്കുക, എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ 3 പില്ലേഴ്സ് ആയിട്ട് വരുന്നത് എന്തിന്റെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനത്തിന്റെ. ഓക്കെ, ശരി. സോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി ഹോട്ട് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നതാണ്. സോ അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് പോയിന്റ്സ് ഒക്കെ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഹോട്ട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തപ്പോഴും ഇതിലെ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതിൽ കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതില് കാണുമ്പോഴത്തേക്ക് നമുക്കിപ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പോൾ നോക്കിയാൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വന്നാൽ തന്നെ അത്ര വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല നമുക്ക് ഈ സയൻസിന്റെ ഭാഗത്ത് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത്. പ്ലസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ ഹോട്ട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ലാസ്റ്റ് കണ്ട ക്വസ്റ്റ്യൻ ഉൾപ്പെടെ നമ്മൾ ഫസ്റ്റ് കുറെ ക്വസ്റ്റ്യൻസും കണ്ടിരുന്നു. ഈ ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ എൻവയോൺമെന്റൽ സയൻസ് ഭാഗത്ത് നിന്ന് വന്നതാണ്. അവിടെ തന്നെ നമ്മൾ കണ്ടു 2-3 ടോപ്പിക്സ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സോ അതൊക്കെ നന്നായിട്ട് പഠിക്കണം. അതേപോലെ രോഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും രോഗകാരി ഏതാണ്, ടെസ്റ്റ് ഏതാണ്, വാക്സിൻ. സോ വാക്സിൻ ഡെവലപ്പ് ചെയ്ത വ്യക്തികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ഇനിയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.